നമസ്കാരം. യാദേൻ സംഗീത നിശയിൽ പങ്കെടുക്കാനെത്തിയ എല്ലാ പ്രിയപ്പെട്ട സംഗീത പ്രേമികൾക്കും ഗാനാസ്വാദകർക്കും സ്നേഹോഷ്മളമായ സ്വാഗതം. നമ്മൾ കോഴിക്കോട്ടുകാർക്ക് സംഗീതം ഒരു വിനോദം മാത്രമല്ല, കോഴിക്കോടിൻ്റെ ഹൃദയതാളമാണ് സംഗീതം. സംഗീതത്തെ ജീവശ്വാസമായി കാണുന്ന ആസ്വാദകരുടെ നഗരമാണ് നമ്മുടെ കോഴിക്കോട്. യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ കോഴിക്കോട് ഇടം പിടിച്ചതിന് പിന്നിൽ കോഴിക്കോടിൻ്റെ സംഗീത പൈതൃകത്തിനും വലിയ പങ്കുണ്ട്. സത്യത്തിൻ്റെ നഗരമെന്ന് വിശേഷിക്കപ്പെടുന്ന കോഴിക്കോട്, ആ കോഴിക്കോട്ട് ചില ഗായകരുടെയും സംഗീത പ്രേമികളുടെയും മനസ്സിൽ 11 വർഷം മുൻപ് രൂപമെടുത്ത ആശയമാണ് യാദേൻ. അഷ്കർ, സൗരവ് കിഷൻ, കീർത്തന എസ് കെ, ഗോപിക മേനോൻ, ദിജു ദിവാകർ എന്ന ഗായകരുടെയും ഇവരെ സ്നേഹിക്കുന്ന സംഗീത പ്രേമികളുടെയും മനസ്സിൽ വിരിഞ്ഞ ആശയം പിന്നീട് തുടർച്ചയായി എല്ലാ വർഷവും ഒരേ വേദിയിൽ ഈ 5 പേരും ഒരുമിച്ച് പാടുന്നു. നിത്യഹരിതങ്ങളായ പഴയകാല ഹിന്ദി മെലഡി ഗാനങ്ങൾ കോർത്തിണക്കി കോഴിക്കോട് നഗരരാവുകളെ സംഗീത സാന്ദ്രമാക്കിയ യാദേൻ ഇന്നിതാ 11 വർഷത്തിൻ്റെ ധന്യതയിൽ എത്തി നിൽക്കുന്നു. തുടർച്ചയായി 11 വർഷം ഒരു സംഗീത കൂട്ടായ്മയുടെ ജൈത്രയാത്ര. ഇത് സംഗീതത്തിൻ്റെ യാത്രാ വഴിയിൽ ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ ആദ്യം. യാദേൻ ഭാരവാഹികളും പാട്ടുകാരെ പോലെ തന്നെ നമുക്കേറെ പ്രിയപ്പെട്ടവർ. യാദേൻ വൈസ് പ്രസിഡന്റ് സജീവ് കുമാർ ഗായിക കീർത്തനയുടെ പിതാവാണ്. ഗായകൻ സൗരവ് കിഷൻ്റെ അച്ഛനാണ് യാദേൻ സെക്രട്ടറി സുനിൽ പി നെടുങ്ങാട്. പ്രസിഡന്റ് അഷ്കർ ഗായകനും വ്യാപാര പ്രമുഖനുമാണ്. ഫറൂഖ് കോളേജിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രീ ഡിഗ്രിക്ക് പഠിച്ചവരാണെന്ന ഒരു സ്വകാര്യ സന്തോഷവും ഞാനിവിടെ പങ്കുവയ്ക്കുന്നു. യെസ്റ്റർഡേയ്സ് മെമ്മറീസ്, ഇന്നലകളുടെ ഓർമ്മകൾ എന്ന ടാഗ് ലൈനോടുകൂടി യാദേൻ യാഥാർത്ഥ്യമായതിനു പിന്നിൽ ഞങ്ങൾക്ക് നന്ദിയും കടപ്പാടും സ്നേഹവും അറിയിക്കേണ്ട നിരവധി വ്യക്തികളും സ്ഥാപനങ്ങളും സംഘടനകളുമുണ്ട്. സ്നേഹനിധികളായ ഞങ്ങളുടെ സ്പോൺസർമാർ ഞങ്ങളുടെ വിജയത്തിന് പിന്നിലെ പ്രധാന ഘടകമാണ്. പ്രിയപ്പെട്ട സ്പോൺസർമാരുടെ സഹകരണവും സഹായവുമാണ് ഞങ്ങളെ ഇത്രയും വർഷം മുന്നോട്ട് നയിച്ചത്. എല്ലാ നല്ലവരായ സ്പോൺസർമാരോടും അവരുടെ കുടുംബത്തോടും ഞങ്ങളുടെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഞങ്ങളുടെ പരിപാടി ആസ്വദിക്കാനെത്തുന്ന നിങ്ങൾ സ്നേഹമുള്ള സദസ്സാണ് ഞങ്ങളുടെ വിജയത്തിൻ്റെ മറ്റൊരു സുപ്രധാന ഘടകം. അതുകൊണ്ട് തന്നെ 11ാം വാർഷികം ആഘോഷിക്കാൻ ഇവിടെ സംഗീത പ്രേമികളായ നിങ്ങൾക്കൊപ്പം ഒത്തുചേരുമ്പോൾ ഞങ്ങൾക്ക് ലഭിക്കുന്ന സന്തോഷം വാക്കുകൾക്കതീതമാണ്. നിങ്ങൾ തന്ന പ്രോത്സാഹനവും സഹകരണവുമാണ് ഞങ്ങളെ ഇവിടം വരെ എത്തിച്ചത്. ഹൃദയദ്രവീകരണ ശക്തിയുള്ള അവിസ്മരണീയമായ മെലഡി ഗാനങ്ങളിലൂടെ നമ്മുടെ സംഗീത നിമിഷങ്ങളെ ഇന്നും ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന ഇതിഹാസ ഗായകർ മുഹമ്മദ് റഫി, ദ വേഴ്സറ്റൈൽ വോക്കലിസ്റ്റ്, ലതാ മങ്കേഷ്കർ, ദ ലൈറ്റിംഗ് ഗെയിൽ ഓഫ് ഇന്ത്യ, കിഷോർ കുമാർ, ദ കിങ് ഓഫ് മെലഡി, ആഷ ഭോസ്ലെ, ദ ക്വീൻ ഓഫ് കബാററ്റ്, മുകേഷ്, ദ വോയിസ് ഓഫ് ദ കോമൺ മാൻ, ഗീതാ ദത്ത്, ദ സോൾഫുൾ സൈറൻ, മന്നാഡെ, ദ ക്ലാസിക്കൽ മാസ്ട്രോ തുടങ്ങിയ ഗായകർ ചലച്ചിത്ര സംഗീതത്തിൻ്റെ കാലാതീതമായ മാന്ത്രികത അവശേഷിപ്പിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ തിരശ്ശീലയ്ക്ക് പിന്നിൽ മറഞ്ഞെങ്കിലും ഇവരുടെ മറക്കാനാവാത്ത പാട്ടുകൾ ഇന്നും നമ്മെ മോഹിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഹിന്ദി ഗാനാലാപന രംഗത്തെ ഇതിഹാസതുല്യരായ ഗായകർ പാടി അനശ്വരമാക്കിയ ഹിന്ദി ഗാനങ്ങൾ അവയുടെ സൗന്ദര്യം ഒട്ടും ചോർന്നു പോകാതെ ഇതാ വീണ്ടും നിങ്ങളിലേക്ക്. ലളിതമായ ഒരു ഉദ്ഘാടന ചടങ്ങോടെ യാദേൻ ആരംഭിക്കുന്നു. സംഗീത ലോകത്തെ ഇതിഹാസം മുഹമ്മദ് റഫി ഉൾപ്പെടെ എല്ലാ ഗായകർക്കും ഈയിടെ നമ്മെ വിട്ട് പിരിഞ്ഞ മലയാളിയുടെ ഭാവഗായകൻ പി ജയേന്ദ്രൻ, മലയാളത്തിൻ്റെ സാഹിത്യ കുലപതി MT വാസുദേവൻ നായർ എന്നിവർക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. മെർമർ ഇറ്റാലിയ സംഗീത വിരുന്ന് യാദേൻ 11ാം വാർഷികാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്
ബഹുമാന്യനായ ജോയിൻ്റ് RTO ശ്രീ CP സക്രിയയാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഉദ്ഘാടനത്തായി ജോയിൻ്റ് RTO. ഹലോ. വേദിയിലും സദസ്സിലുമിരിക്കുന്ന പ്രമുഖ വ്യക്തികളെ, സംഗീത പ്രേമികളെ, സുഹൃത്തുക്കളെ, ഉദ്ഘാടന പ്രസംഗത്തിന് പ്രസക്തിയില്ലാത്ത വേദിയാണെന്നറിയാം, എങ്കിലും രണ്ട് വാക്ക്. ആദ്യമായി എന്നെ ഈ പ്രോഗ്രാമിന് ക്ഷണിച്ച യാദേൻ്റെ സംഘാടകർക്കും എക്സ്പെഷ്യലി അസ്കറിനും എൻ്റെ നന്ദിയും സന്തോഷവും അറിയിക്കട്ടെ. യാദേൻ്റെ പ്രയാണം ഇവിടെ തുടങ്ങിയിട്ട് 11 വർഷമായി. ഒരേ കലാകാരന്മാരെ വെച്ച്, ഒരേ സിംഗേഴ്സിനെ വെച്ച് 11 വർഷക്കാലം, ഇത് വളരെ അപൂർവം തന്നെയാണ്. കേരളത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. യാദേനിൽ പാടുന്നത് പ്രമുഖ സിംഗേഴ്സാണ്. സൗരകൃഷ്ണനെ പോലെ, അതേപോലെ കീർത്തന, ഗോപിക, ദിജു ദിബാകർ, അസ്കർ, ഇവരെല്ലാം വെരി ടാലൻറ്റഡ് സിംഗേഴ്സാണ്. ഇങ്ങനെ ഒരു പ്രോഗ്രാം ഞങ്ങൾ കോഴിക്കോട്ടുകാർക്ക് ലഭിക്കുക എന്നുള്ളത് തന്നെ വലിയ സൗഭാഗ്യം തന്നെയാണ്. അതും വളരെ ഫ്രീ ആയിട്ടാണ് നമുക്കിവിടെ ഒരുക്കി തരുന്നത്. ഇതിന് പിന്നിൽ നമ്മുടെ അവതാരകൻ പറഞ്ഞ പോലെ യാദേൻ്റെ പിന്നിലുള്ള വിജയത്തിന് പിന്നിലുള്ളത് ഒരുപാട് സ്പോൺസേഴ്സാണ്. മർമർ ഇറ്റാലിയനെ പോലുള്ള ഒരുപാട് സ്പോൺസേഴ്സാണ് ഇവരുടെ പിന്നിൽ. യാദേനിലെ കലാകാരന്മാർക്ക് കൊടുക്കുന്ന കയ്യടി പോലെ തന്നെ സ്പോൺസേഴ്സിനും ഒരു കയ്യടി നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതാണ്. അതേപോലെ മറ്റൊരു വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മുകേഷ് കാലിക്കറ്റ് എന്നറിയപ്പെടുന്ന അസ്കറിനെ പറ്റിയാണ്. അസ്കറിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അസ്കറിനെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഞങ്ങൾ അസ്കറിൻ്റെ ഒരു പ്രോഗ്രാം മുംബൈയിൽ വെച്ച് നടത്തുകയുണ്ടായി. അതിൽ ഞങ്ങളെല്ലാം നമ്മൾ ഒരു 10-20 പേര് പങ്കെടുത്തിരുന്നു. അന്ന് അനശ്വര ഗായകൻ മുഹമ്മദ് റാഫി സാഹിബിൻ്റെ വീട് സന്ദർശിക്കാനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടുകൂടി അല്പസമയം ചെലവഴിക്കാനും ഞങ്ങൾ സാധിച്ചു. അന്ന് ആ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത് നമ്മളിവിടെ നിൽക്കുന്ന ആഷിർ അലിയാണ്. അതേപോലെ അസ്കർ ഒരു സിംഗർ മാത്രമല്ല, ഒരു വലിയ സ്പോർട്സ്മാൻ താരം കൂടിയാണ്. ഞങ്ങൾ ഒരുപാട് തവണ നമ്മൾ ബാഡ്മിൻ്റൺ കളിക്കാറുണ്ട്. അസ്കറിനെ ഞങ്ങൾ സംഗീതത്തിൽ ഞങ്ങൾക്ക് തോൽപ്പിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും ബാഡ്മിൻ്റണിൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം തോൽപ്പിച്ചിട്ടുണ്ട്. ഏതായാലും യാദേൻ്റെ ഈ പ്രയാണം ഇനിയും തുടരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആശംസിച്ചുകൊണ്ടും ഈ പ്രോഗ്രാമിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങളുടെ സമ്മതത്തോടു കൂടി നിർവഹിച്ചതായി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്.